കൊല്ലം ജില്ലയിലെ അഷ്ടമുടി എന്ന പ്രദേശനിവാസിയായ ബിജു സ്റ്റെറിന്റെ അനുഭവ സാക്ഷ്യമാണ് സാക്ഷ്യകൂടാരത്തിന്റെ ഇന്നത്തെ അധ്യായം. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള ഈ ഗ്രാമത്തിലെ നിവാസികൾക്ക് പരിചിതനായ ബിജുവിന്റെ ജീവിത കഥ കണ്ണുനീരിന്റെ നനവുള്ളതാണ്. മനസ്സിനെ തളർത്തുന്ന പ്രയാസഘട്ടങ്ങളിലും പതറാതെ മുന്നോട്ടു പോകുന്നത് തികച്ചും ദൈവകൃപ ഒന്നു മാത്രമാണെന്ന് ബിജു സ്റ്റെറിൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നിട്ട് 25 വർഷം ഡിസംബർ 10-ാം തീയതി പൂർത്തിയായി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എൻ്റെ വളരെ അടുത്ത സ്നേഹിതൻ ഒരാളുണ്ടായിരുന്നു, സാംകുട്ടി. അപ്പോൾ മിക്കവാറും എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം അവൻ്റെ വീട്ടിലാണ്. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവൻ്റെ അമ്മ ഒരുപാട് നേരം സുവിശേഷം പറയും. പക്ഷേ അന്ന് ഇതൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉള്ളൊരു താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ വിദ്യാഭ്യാസ കാലമെല്ലാം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടായിരുന്നു എൻ്റെ മുൻപോട്ടുള്ള പോക്ക്. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസവും ഇല്ലായിരുന്നു, ഈ കാര്യങ്ങളൊന്നും അംഗീകരിക്കാനുള്ളൊരു മനസ്സുമില്ലായിരുന്നു. ഒരുപക്ഷെ ആ മാതാവിൻ്റെ പ്രാർത്ഥന ഒത്തിരി ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഞാനിന്ന് ഈ ദൈവകൃപയിൽ നിൽക്കാൻ കാരണം. എൻ്റെ അമ്മച്ചിയാണ് ആദ്യം വിശ്വാസത്തിലേക്ക് പോകാനിടയായി തീർന്നത്. കാരണം അമ്മച്ചി കുറച്ച് നാളുകൾ ഖത്തറിലായിരുന്നു. അവിടെ വെച്ച് അമ്മച്ചിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഇടത്തെ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട പാടെ തകർന്നു പോയി. അങ്ങനെ അമ്മച്ചി നാട്ടിൽ വന്നു. കൊല്ലം ഉപാസന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് കൊല്ലം AG ചർച്ച്. അവിടുത്തെ കർത്താവിൻ്റെ ദാസൻ, അന്നിരുന്ന കർത്താവിൻ്റെ ദാസൻ്റെ പേര് പാസ്റ്റർ സാംറ്റി ബേബി എന്നാണ്. അദ്ദേഹം ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്യുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സുവിശേഷം അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയം. അങ്ങനെ എൻ്റെ അമ്മയോട് സുവിശേഷം പറയാനിടയായി. ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ കുടുംബ വീടിന് തൊട്ടടുത്ത്, കുടുംബ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമല്ല, എൻ്റെ അമ്മയുടെ ആങ്ങളമാരുടെ വീട്. കാരണം അപ്പനില്ലാത്തതുകൊണ്ട് ആങ്ങളമാരാണ് ഞങ്ങൾ വളർത്തിയത്. അന്നെനിക്ക് ദൈവത്തെ വിശ്വാസമില്ല, ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അന്ന് ഞാൻ പഠിക്കുന്ന പുസ്തകങ്ങളെക്കാൾ കൂടുതൽ വായിക്കാൻ താല്പര്യപ്പെട്ടിരുന്നത് കാർൽ മാർക്സിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിൻ്റെയും ഒക്കെ പുസ്തകങ്ങളാണ്. അത് ചില പുസ്തകങ്ങൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം കൊട്ടയെ കൊണ്ട് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ഞാൻ വളരെ പുച്ഛത്തോടാണത് പറഞ്ഞത്. കാരണം ദൈവം എന്നത് വെറുതെ മനുഷ്യൻ പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ്. ചില കാര്യങ്ങളിൽ മനുഷ്യന് അത് ഓവർകം ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കാൻ കണ്ടെത്തുന്നൊരു ഉപാധിയാണ് ദൈവം എന്നതായിരുന്നു എൻ്റെ ചിന്തയും ഞാൻ പറയുന്നതും. അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അതുമാത്രമായിരുന്നു ചിന്ത. അതിന് പറ്റിയ ചില സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ആ സമയത്തും എൻ്റെ അമ്മച്ചി ആരാധനയ്ക്ക് പോകും. ഇടത്തെ കാലിൻ്റെ മുട്ടിന് ചിരട്ടയില്ല. ഈ ചിരട്ടയില്ലാത്ത ഒരാൾക്ക് നടക്കാൻ സാധിക്കത്തില്ല, മുട്ടുമടക്കി ഇരിക്കാൻ സാധിക്കത്തില്ല. കാരണം കാലിൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് ഇവിടം വരെയും സ്റ്റിച്ചാണ് അമ്മച്ചിക്ക്. പക്ഷേ ഈ കാല് മടക്കിയിരുന്നാണ് എൻ്റെ അമ്മ മുഴങ്കാലിരുന്ന് ദൈവത്തോട് കരയുന്നത്. ഈ ചിരട്ടയില്ലാത്ത കാലം വെച്ചിട്ടാണ് എൻ്റെ അമ്മച്ചി ആരാധനയ്ക്ക് കൂടുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയെ ഒത്തിരി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ റോഡിൽ പോയി നിന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കും, ഇന്ന് പോയിട്ട് ദൈവം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തന്നതെന്ന്. വളരെ പരിഹാസരൂപേണ. ഒരു അല്പം ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കഥ ഉറക്കത്തില്ല. ഞാൻ കഥ പൂട്ടി കയറി കിടക്കും. ആ സമയത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വന്നിട്ടാണ്, ഞാൻ ഉറങ്ങിയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ജ്യേഷ്ഠൻ വന്നിട്ട് കഥ തുറന്ന് അമ്മച്ചിയെ കയറ്റും. അതുവരെ അമ്മച്ചി മുറ്റത്ത് തന്നെ ഇരിക്കും. പക്ഷേ ഞാനതിൽ കണ്ട ഒരു പ്രത്യേകത, രാത്രി ഞാൻ ഇടയ്ക്ക് ഉറക്കത്തിൽ ഉണരുമ്പോൾ ഈ ചിരട്ടയില്ലാത്ത മുട്ടുമടക്കി മുഴങ്കാലിലിരുന്ന്
കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കാണാനിടയായിട്ടുണ്ട് പലപ്പോഴും. ശബ്ദം പുറത്തു വരത്തില്ല, കാരണം ശബ്ദം വന്നു കഴിഞ്ഞാൽ ഞാൻ വിഷയമാക്കും. അതുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രം ഇങ്ങനെ ഒഴുകും. ഞാനപ്പോൾ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലാതായിട്ട് അവസാനം പ്രാന്താവും, അതിനെ ചികിത്സിക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോഴൊക്കെ ഒരു ചിരിച്ച മുഖത്തോടെ മാത്രം അമ്മച്ചി, ആ ഒരു ചിരിയിൽ അമ്മച്ചിയുടെ മറുപടി ഒതുക്കുമായിരുന്നു. എന്നാൽ ഞാനിവിടെ അടുത്ത് തന്നെ പാവുവയൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അന്ന് ഞങ്ങൾ താമസിക്കുന്നത് കൊല്ലത്താണ്, സിറ്റിയിലാണ്. ഞാൻ ഈ പാവുവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വെസ്റ്റേൺ ബാറ്ററീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകാനിടയായി. ഞാൻ ദൈവത്തെ കണ്ടെത്തുന്നതിനൊരു മുഖാന്തരമായി തീർന്നത് ആ ജോലിയാണ്. കാരണം അവിടെ ജോലി ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ആരും അറിയാതെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. കാരണം ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഉപാധി ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് ഓവർകം ചെയ്യാൻ കഴിയാത്ത, അഭിമുഖീകരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പോഴ് മനുഷ്യനെ ആശ്രയിക്കുന്നതാണ് ഈ ദൈവമെന്ന്, ഈ ദൈവം എന്ന സങ്കല്പം. അങ്ങനെ ഞാൻ അത് ആശ്രയിക്കാനിടയായി. ഞാനങ്ങനെ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു. ഞാൻ ബൈബിൾ വായിക്കുന്ന കാണുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, മോനെ നീ ഒരു പ്രാവശ്യം ആരാധനയ്ക്ക് വാ, ഒരു ഞായറാഴ്ച ആരാധനയ്ക്കൊന്ന് പോകണം, എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണണമെന്നൊരു വലിയ ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ട് ആരും അറിയാതെ ഞാൻ അന്ന് പോയി ഏറ്റവും പുറകിലുള്ള ബെഞ്ചിൽ അറ്റത്തായിട്ടിരുന്നു. കാരണം ഈ ആരാധന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. കാരണം എന്നെ പഠിപ്പിച്ച 3 ടീച്ചേഴ്സ് ആ ചർച്ചിലുണ്ട്. പിന്നത്തേതിൽ ഞായറാഴ്ചകളിൽ ആരാധനയ്ക്ക് പോയി തുടങ്ങി. ഒരാഴ്ച ചെന്നപ്പോൾ കർത്തൃമേശ ഉള്ളൊരു ദിവസമാണ്. ഇപ്പോൾ പാസ്റ്റർ സാംജി ബേബി കർത്തൃമേശയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആ ഒരു ഭാഗം എത്തിയപ്പോൾ, ആ കർത്തൃമേശ ശുശ്രൂഷിക്കുന്ന സമയം അദ്ദേഹം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശയാഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ആ ക്രൂശിലെ ക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ചത് എന്താണെന്നും ഒക്കെ വളരെ വിശദമായി ആ പ്രിയ അഭിഷക്തനായ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിക്കാനിടയായി. അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. കാരണം ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുവെങ്കിൽ തന്നെയും എൻ്റെ ഒരു കൺസെപ്റ്റ് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവം, അതിനപ്പുറം എനിക്ക് വേറൊരു കാര്യമില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് യാഗത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും അത് മനുഷ്യവർഗത്തിന് നേടിത്തന്നത് എന്താണെന്നും വ്യക്തമായ കർത്താവിൻ്റെ ദാസൻ പ്രസംഗിച്ചപ്പോൾ അതെന്നെ വല്ലാതെ ടച്ച് ചെയ്യാനിടയായി. അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി ഈ കർത്താവിൻ്റെ മേശയെന്നൊരു ശുശ്രൂഷ ഈ ചർച്ചിൽ നടന്നാൽ ഞാനും അതിൽ ഭാഗവാക്കാവും. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കയറ്റി വച്ചിരുന്ന മറ്റു ചില ചിന്തകൾ എന്നെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് രണ്ടും തമ്മിൽ ചിന്തിക്കാനിടയായി. അതെന്നെ വീണ്ടും ഈ ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ പിന്നിലേക്ക് വലിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട വേറൊരു ശബ്ദമുണ്ട്. ആ ഒരു ഫീല് വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് തന്നെ തിരികെ വരാൻ എന്നെ സഹായിച്ചു. ഞാൻ വിദേശത്തേക്ക് പോയി ജോലിയുള്ള ബന്ധത്തിൽ കഷ്ടതയുടെ അങ്ങേ അറ്റമായിരുന്നു. കഷ്ടതയുടെ അങ്ങേ അറ്റം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ കഷ്ടതകളും അനുഭവിച്ചു. ആ സമയം എൻ്റെ അമ്മ, ഞങ്ങൾ വിശ്വാസത്തിൽ പോയിട്ട് എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ ആരും ഞങ്ങളോട് സഹകരിക്കത്തില്ല. ഒരു വിശേഷം ഉണ്ടായാൽ പോലും ഞങ്ങളെ അറിയിക്കത്തില്ല. വഴിയിൽ വെച്ച് എൻ്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ വായി വരുന്നതൊക്കെ പറയാൻ അമ്മയുടെ സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മച്ചി എനിക്കൊരു എഴുത്തയച്ചു, മോനെ ഈ എഴുത്ത് ഞാൻ നിനക്ക് അയക്കുമ്പോൾ വീട്ടിൽ ചോറ് വെച്ചിട്ട് 3 ദിവസമായിടാ, ഇനിയും വിശപ്പ് സഹിച്ചിരിക്കാൻ അമ്മച്ചിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുത്ത് എനിക്ക് അയക്കാനിടയായി. ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ കിടക്കുന്ന മുറിയിൽ കയറി ഞാൻ കതവടച്ചിരുന്ന് കരഞ്ഞു. അപ്പോഴും
എന്നെ സാന്ത്വനിപ്പിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കാനിടയായി. അതിനുശേഷം ഞാൻ അവിടുന്ന് മാറി. എന്നാൽ ഈ വ്യക്തിയിൽ നിന്നും ചില തിക്തമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് വന്നിട്ട് ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് ചർച്ചിന് വേണ്ടി എടുത്ത ഒരു വില്ലയിലാണെന്ന് ഞാൻ താമസം. വളരെ മോശമായ രീതിയിൽ എന്നോട് സംസാരിക്കാനിടയായി. ഞാൻ ഈ മനുഷ്യനെ അടിക്കാൻ, എന്ന് വെച്ചാൽ എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെയാണ് തെറി പറഞ്ഞത്, അടിക്കാനായിട്ട് കൈവക്കി. എന്നാൽ ആരും എൻ്റെ കൈക്ക് പിടിക്കുന്ന പോലെ എന്നോട് പറഞ്ഞു തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി. അപ്പുറത്ത് ഒമാനികൾ താമസിക്കുന്ന വീടുകളാണ്, അവരൊക്കെ ഇറങ്ങി നോക്കി. അത് കഴിഞ്ഞ് ഞാൻ ഗേറ്റ് അടച്ച് ഞാൻ അകത്ത് കയറിയിരുന്ന് ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് വരെ ഒരു മനുഷ്യൻ എൻ്റെ നേരെ ഇങ്ങനെ നിന്ന് എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പഴയ രീതിയിലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം ഞാൻ കേൾക്കേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു. ഞാൻ ഈ പുസ്തകം കൈകൊണ്ട് എടുത്തതുകൊണ്ടാണല്ലോ ഇന്നത് കേട്ടിട്ട് ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചത്, അതിൻ്റെ പിന്നിലൊരു ചതി ഉണ്ടായിരുന്നു. ഞാനത് മനസ്സിലാക്കിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അത് അറിഞ്ഞതുകൊണ്ട് ദൈവാത്മാവിനോട് പറഞ്ഞു, നീ കൈവച്ചിരുന്നെങ്കിൽ ആ സ്ത്രീ നിന്നെ കയറി പിടിക്കും. എന്നാൽ ചുറ്റും നിൽക്കുന്ന അറബികൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് പറയും, ഭർത്താവ് പറയും, നീ അവരെ കയറി പിടിച്ചു എന്ന്. പിന്നെ ഒരിക്കലും എനിക്ക് ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. എനിക്കെപ്പോഴാണ് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. എന്നോട് പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ വീണ്ടും, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ആ വില്ലയിൽ, ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അതിനുശേഷം വേറെ ഒരു ജോലിക്ക് കയറി വേറൊന്നുമല്ല, അരിയും ചാക്കൊക്കെ ചുമക്കുന്ന ഒരു ജോലി. ആ ജോലിയിൽ കയറി. അപ്പോൾ ഞാൻ ആ ഗോഡൗണിൽ, ഞാനൊരാൾ മാത്രമുള്ള വിശ്വാസി. ഞാൻ അവിടെ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും, ഞാൻ പഠിച്ചു നോക്കി ഇതിനാണോ? ഈ ചുമടെടുക്കാനായിരുന്നോ ദൈവമേ? എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതിനാണോ? ആ സമയം സൂർ എന്ന് പറഞ്ഞ, ഒമാനിൽ സൂർ എന്ന് പറഞ്ഞ ദേശത്തായിരുന്നു ഞാൻ. അവിടെ നിന്ന് ഉണ്ടായിരുന്നവരെല്ലാവരും മസ്കറ്റിലേക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പോൾ ഈ ആരാധന അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരും ഇല്ലാതായി. എന്നാൽ കൃപയാൽ കർത്താവ് അവിടെ എന്നെ ഉപയോഗിച്ചു. ഞങ്ങൾ കുറച്ച് സഹോദരന്മാർ മാത്രം കൂടും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ദൈവവചനം സംസാരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ അവിടെ ദൈവവചനം ശുശ്രൂഷിക്കാൻ കർത്താവ് അവസരം തന്നു. ദൈവവേലയ്ക്ക് ചുമട് കൊടുക്കാൻ കർത്താവ് അവസരം തന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ കർത്താവിനെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ സ്വർഗത്തിലെ ദൈവം തരാനിടയായി. എൻ്റെ വൈഫിൻ്റെ പേര്, ഒഫീഷ്യൽ നെയിം ജസ്മിൻ എന്നാണ്. എന്നാൽ വീട്ടിൽ വിളിക്കുന്നത് ബിനി എന്നാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് തമ്മിൽ പോലും വളരെ സാമ്യമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ അത് അബോർഷനായി. അങ്ങനൊരു 2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. അതിനുശേഷം കർത്താവ് ഞങ്ങൾക്കൊരു തലമുറയെ തന്നു. എനിക്ക് 2 പെൺമക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂത്ത മോളുടെ പേര് കെസിയ, ഞങ്ങൾ വീട്ടിൽ അവളെ കുക്കൂന്ന് വിളിക്കും. രണ്ടാമത്തെ മോളുടെ പേര് കിസാൻഡ്ര, കിച്ചു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അങ്ങനെ മൂത്ത കുഞ്ഞ് ജനിച്ച് ഏകദേശം ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ ദുബൈയിലൊരു ലേബർ സപ്ലൈ കമ്പനിയിൽ ജോലി ചെയ്യുക. അവിടെ നിൽക്കുമ്പോൾ എൻ്റെ വൈഫ് എനിക്കൊരു എഴുത്തയച്ചു, എത്രയും വേഗം നാട്ടിൽ വരണം, മോക്ക് ചെറിയൊരു അസുഖമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പം പറഞ്ഞു നാട്ടിൽ വന്നതിന് ശേഷം പറയാം, എത്രയും വേഗം വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കമ്പനിയിൽ അറിയിച്ചു. ഏകദേശം ഒരു 4 മാസത്തോളം സാലറി കിട്ടാനുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസയെങ്കിലും ഒന്ന് തന്ന് സഹായിക്കണം, എൻ്റെ കുഞ്ഞിന് സുഖമില്ല, നാട്ടിൽ പോവുകയാണ്. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ പുള്ളി ഒരു ടിക്കറ്റ് പോലും എടുത്തു തന്നില്ല. മറ്റ് സ്നേഹിതന്മാർ സഹായിച്ചു. ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴാണ് ഹൃദയത്തെ തകർത്ത് കളയുന്ന നിലയിലുള്ള ഒരു വാർത്ത അറിയാനിടയായത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ മൂത്ത ആങ്ങളെയും കൂടെ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ഡോക്ടർ ബിജു ജോൺ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് എൻ്റെ മോളെ കൺസൾട്ട് ചെയ്തത്. അപ്പോഴാണ് അറിയുന്നത് എൻ്റെ മോൾക്ക് കണ്ണിൽ ക്യാൻസർ ട്യൂമറാണ്. ഏകദേശം 9 മാസം പ്രായമേ ഉള്ളൂ. അപ്പോഴാണ് അറിയുന്നത് കണ്ണിൽ ക്യാൻസർ ട്യൂമറാണ്. പക്ഷേ ആ കണ്ണിന് അങ്ങനെ തോന്നാൻ കാരണം ഒരു ചെറിയ സ്ക്വിൻ്റ് ഉണ്ടായിരുന്നു കണ്ണിന്. അപ്പോൾ പലരും പറഞ്ഞു അത് ഭാഗ്യമാണെന്ന്. എന്നാൽ എൻ്റെ മൂത്ത
പെങ്ങളുടെ മക്കളോട് കൂടെ കുഞ്ഞിരുന്ന് കളിക്കുമ്പോഴാണ് അവരാ കണ്ടത് കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് പകരം അവിടെ ഒരു വെളുത്ത റൗണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് വൈഫ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോഴാണ് അറിയുന്നത് കണ്ണിൽ ക്യാൻസർ ട്യൂമറാണ്. അത് ഞങ്ങളെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അതിനേക്കാട്ടിലും വേദന ഉണ്ടാക്കിയത് വിശ്വാസത്തിലുള്ള ചില പ്രിയപ്പെട്ടവർ ചില കമൻറ്റുകൾ അതിനെക്കുറിച്ച് പറയാനിടയായി. ഞങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. വിശ്വാസത്തിലുള്ളവർ ചില കമൻറ്റുകൾ പറയാനിടയായപ്പോൾ അത് വല്ലാതെ ഹൃദയത്തെ വീണ്ടും തകർത്തു. അങ്ങനെ നമ്മുടെ മധുര അരവിന്ദ് ഹോസ്പിറ്റലിലാണ് മോളെ ട്രീറ്റ്മെൻറ്റ് നടന്നത്. അപ്പോൾ അവിടെ കൊണ്ട് ചെന്നപ്പോഴത്തേക്കിന് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ കണ്ണ് റിമൂവ് ചെയ്യുകയല്ലാതെ വേറെ ഒരു കാര്യവും ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി അടുത്ത കണ്ണിലേക്ക് ഇത് സ്പ്രെഡായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇറങ്ങിയത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കണ്ണ് റിമൂവ് ചെയ്യുകയല്ലാതെ വേറെ ഒരു കാര്യമില്ല, അടുത്ത കണ്ണിന് കീമോ കൊടുക്കാം, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വൈഫ് ഭയങ്കര നിലവിളി, ഭയങ്കരമായിട്ട് കരയുന്ന, അയാളെ ഒരു വിധത്തിലും സാന്ത്വനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥ. അയാൾ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കണ്ണെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിറ്റേ ദിവസം വെളുപ്പിന് ഓപ്പറേഷനാണ്. വൈഫ് എൻ്റെ മടിയിൽ കരഞ്ഞ് തളർന്നുറങ്ങി. എൻ്റെ കുഞ്ഞ് ഉറക്കമാണ്. ഞാനപ്പോൾ കർത്താവിനോട് ഒറ്റയ്ക്കിരുന്ന് ചോദിച്ചു, കർത്താവേ എന്താ ഇങ്ങനൊരു അവസ്ഥ, എന്താണ്? അവിടെയും ദൈവശബ്ദം കേൾക്കാൻ കർത്താവിനെ സഹായിച്ചു. കർത്താവിൻ്റെ ശബ്ദത്തിനെ ബലപ്പെടുത്തി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. എല്ലാ വർഷവും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ചെക്കപ്പ് കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ മോള് BSc നഴ്സിംഗ് പഠിക്കുന്നു. ദിണ്ടിഗലിലുള്ള NPR കോളേജിൽ 2ാം വർഷമാണ്. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു അവസ്ഥയിലെത്തുമെന്ന്. എന്നാൽ ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്നും ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നതെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിക്കാൻ കർത്താവ് ഇടയാക്കിയില്ല. അങ്ങനെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു കണ്ണ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ മോൾക്ക് ഒരു കണ്ണ് മാത്രമാണുള്ളത്. അതിൽ ഈ ട്യൂമർ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു 2 ട്യൂമർ അതിനകത്തുണ്ട്, അതിന് കീമോ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. അങ്ങനെ അത് ചെയ്തു. കർത്താവിൻ്റെ കൃപയാൽ ഇപ്പോൾ ആ ട്യൂമർ ഡെഡായ അവസ്ഥയാണ്. എന്നാലും എല്ലാ വർഷവും റൊട്ടൈൻ ചെക്കപ്പ് ഉണ്ട്. ഈ ഡിസംബർ 21-ാം തീയതി ഞങ്ങൾ ചെക്കപ്പിന് കൊണ്ടുപോയി. കർത്താവിൻ്റെ കൃപയാൽ ഡോക്ടേഴ്സ് പറഞ്ഞു നോർമലാണ്, പേടിക്കാൻ ഒന്നുമില്ല, വളരെ നോർമലാണ്. എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്? അപ്പോൾ മോള് തന്നെ മറുപടി പറഞ്ഞു, കാരണം അവൾ തമിഴ്നാട്ടിൽ പഠിക്കുന്നതുകൊണ്ട് തമിഴും ഇംഗ്ലീഷും ഒക്കെ കർത്താവിൻ്റെ കൃപയാൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഞാനിവിടെ NPR കോളേജിൽ BSc നഴ്സിംഗ് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വർഷം ഡിസംബർ 21-ാം തീയതി വീണ്ടും അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി കൊണ്ടു ചെല്ലണം. അപ്പോൾ അത്യാവശ്യം ഓരോ വർഷവും നല്ലൊരു സംഖ്യ അതിനുവേണ്ടിയാവും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഒരു വല്ലാത്ത ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. കാരണം മോളുടെ ഒരു വർഷത്തെ ഫീസ് ഏകദേശം ഒരു 3.5 ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു. അത് ഞാൻ കൊടുത്തു. ഇപ്പോൾ 2ാം വർഷം സെക്കൻഡ് ഇയറായി. ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു. കർത്താവിൻ്റെ കൃപയാൽ വളരെ നല്ല മാർക്ക്, ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 7-8 മാസം ടൈം ഉണ്ട് അടുത്ത ഫീസ് അടയ്ക്കാനെന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു. ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയോളം അതിന് വേണം. പക്ഷേ ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം വീട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞ് ചെന്നപ്പോൾ ഓൾറെഡി കോളേജിൽ നിന്ന് അവർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഫീസ് കൊണ്ടുവരണം സെക്കൻഡ് ടൈമിൻ്റെ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യമായിട്ട് മോള് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇതുപോലെയാണ് കോളേജിൽ പറഞ്ഞിരിക്കുന്നത്, ഫീസ് അടച്ചില്ലെങ്കിൽ അവർ തിരികെ വിടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു മോളെ പ്രാർത്ഥിക്കാം, കർത്താവ് ഒരു വഴി തുറക്കണം, ഇല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ അപ്പായ്ക്ക് നിവർത്തിയില്ല. വീടിൻ്റെ കാര്യം തന്നെ മോൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഈ വീട് ലോണാണ്. ഈ വീടിൻ്റെ ലോൺ അടച്ചിട്ട് 3 മാസമായി. ഞാൻ മോളെ പഠിപ്പിക്കാൻ ഞാൻ UAE ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്നൊരു ചെറിയ ലോൺ എടുത്തു, റാക്ക് ബാങ്കിൻ്റെ. ആ ലോണിൻ്റെ പൈസ കൊണ്ടാണ് മോളുടെ ഫീസ് അടച്ചത്. പക്ഷേ 4 മാസമായിട്ട് ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട്
എനിക്ക് ആ ലോണും അടയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി ബുർജൽ ബൈദ എന്ന് പറയും, ഒരു തമിഴിൻ്റെ കമ്പനി ആയിരുന്നു. അയാൾ കമ്പനി ക്ലോസ് ചെയ്തു. തൽക്കാലം 2 മാസം ഞാനൊരു വിസിറ്റിങ്ങിന് ജോലി ചെയ്തു. അവിടെ നിന്നിപ്പോൾ സുഖമില്ലാതെ ഞാൻ നാട്ടിൽ വന്നത്. പക്ഷേ ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ 4 മാസത്തെ ലോൺ അവിടെ പെൻഡിങ് ആയതുകൊണ്ട്, ഞാൻ നാട്ടിലായിട്ട് 3 മാസമാകുന്നു. അങ്ങനെ 4 മാസത്തെ ലോൺ അവിടെ പെൻഡിങ് ആയതുകൊണ്ട് ഞാൻ ഇൻസ്റ്റൻറ്റ് മണിയാണ് എടുത്തിരുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള ലോൺ. അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അവർ കഴിഞ്ഞ ദിവസം എനിക്ക് ഫൈനലായിട്ടൊരു മെയിൽ അയച്ചു. അവർ അടുത്ത ലീഗൽ പ്രൊസീജിയറിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി എനിക്ക് തിരിച്ച് അവിടെ പോകാനും പറ്റാത്ത ഒരു സാഹചര്യം. തിരിച്ച് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ ജോലി ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ ലോണും എനിക്ക് അടയ്ക്കാൻ സാധിക്കും, ഞാൻ അവിടെ നിന്ന് എടുത്ത ലോണും എനിക്ക് അടയ്ക്കാൻ സാധിക്കും, എൻ്റെ മോളുടെ പഠിത്തവും മുമ്പോട്ട് പോകാനെ. എന്നാലിപ്പോൾ 4 വശത്ത് നിന്നും ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എങ്കിലും ഈ പ്രതിസന്ധിയുടെ നടുവിലും പൂർണ്ണമായിട്ടും കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, ഉണ്ണാനൊരു പ്ലേറ്റും കുടിക്കാനൊരു ഗ്ലാസ്സും ഇല്ലാത്ത സ്ഥാനത്ത് നിന്നിറങ്ങി കൃപയാൽ കർത്താവ് ഇവിടം വരെ എത്തിച്ചു. ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു ജോലിയില്ലാത്ത എനിക്ക് ആരാ ഒരു പെൺകുട്ടിയെ തരുന്നത്? കൃപയാൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത പങ്കാളിയെ തന്നു. എൻ്റെ എല്ലാ കഷ്ടങ്ങളിലും കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ 4 മാസമായി, 3 മാസം കഴിഞ്ഞ് നാട്ടിൽ ഒന്നുമില്ല, അപ്പോഴും പിറുപിറുപ്പില്ല. ഞാൻ ചില സമയത്തൊക്കെ ഒത്തിരി ഡെസ്പാവും, നിരാശപ്പെടും, വേദനപ്പെടുമ്പോഴൊക്കെ എന്നെ പറഞ്ഞ് ബലപ്പെടുത്തും. ഇത്രയും കർത്താവ് നടത്തിയില്ലേ, എന്തിനാ അവിശ്വസിക്കുന്നത്? വിശ്വസിക്ക്, വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാ. എന്തിനാണ് അവിശ്വസിക്കുന്നത്? അവിശ്വസിച്ചാൽ ദൈവം പ്രവർത്തിക്കത്തില്ല. വിശ്വസിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ കുഞ്ഞ് ഒരിക്കലും ഫീസ് കൊടുക്കാൻ കഴിയാതെ അവൾ തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്ക്. ഇപ്പം പോയതിനേക്കാളിലും നല്ല ഒരു ജോലി കിട്ടും, കർത്താവ് ഒരുക്കി തരും. ധൈര്യമായിട്ടിരിക്കുന്നു. അപ്പോൾ മോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞാൻ ചോദിച്ചപ്പോൾ കോളേജിലേക്ക് പോവുകയാണ്. എന്താണെന്നുള്ള കാര്യം ഇന്ന് ഫൈനലിൽ അറിയാൻ പറ്റും. എന്തായിരിക്കും കോളേജിൽ അവരുടെ അടുത്ത നീക്കമെന്ന്. ആ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ വീടിൻ്റെ ലോൺ അടച്ചിട്ട് 3 മാസമായി. ഇവിടുത്തെ SBIക്കാർ എപ്പോഴും വിളിക്കുമെന്ന് അറിയത്തില്ല. എല്ലാത്തിനും കർത്താവ് ഒരു വഴി തുറക്കും. കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. ഈ ദേശത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളായിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധി. പക്ഷേ ഇതിന് നടുവിലും വിടുവിക്കാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം കൂടെ ഉള്ളതുകൊണ്ട് പതറിപ്പോകുന്നില്ല. ധൈര്യത്തോടെ മുന്നോട്ട് തന്നെ കർത്താവ് നടത്തുമെന്നുള്ള വിശ്വാസത്തോടെ എന്നെ ഈ ജീവിത സാഹചര്യത്തിലൂടെ പോകുന്ന അനേകരുണ്ടാവും. കർത്താവ് നിങ്ങളെയും വിടുവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമായി